പാർക്ക് യൂങ്ങിന്റെയും ഓ ഡാൾ ക്യൂനിന്റെയും സംവിധാനത്തിൽ 2006 പുറത്തിറങ്ങിയ ഹാർട്ടി പൗസ് എന്ന സിനിമയുടെ കഥയാണ് നമ്മൾ ഇന്ന് പറയാനായി പോകുന്നത്. ഹാർട്ടി എന്ന നായുടെയും അവന്റെ ഫാമിലിയായി ഹാർട്ടി കരുതുന്ന ചാൻ യിയുടെയും സ്നേഹബന്ധത്തിന്റെ കഥ കൂടിയാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് നേരെ അതിമനോഹരമായ ആ സിനിമയിലേക്ക് പോകാം. അന്നൊരു രാത്രിയിൽ ചാൻ യി എന്ന 11 വയസ്സുകാരൻ അവന്റെ അയൽവക്ക പ്രദേശത്തെ ഒരു വീടിനുള്ളിലേക്ക് കടന്നു കയറി. പ്രസവിച്ച് അധികം പ്രായമാവാത്ത ആ വീട്ടിലുള്ള ഒരു പട്ടിക്കുഞ്ഞിനെ മോഷ്ടിക്കുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. വളരെ വിദഗ്ധമായി അവൻ അത് ചെയ്യുകയും അവിടെ നിന്ന് വളരെ വേഗത്തിൽ പുറത്തേക്കൂടി പോവുകയും ചെയ്തു. ഏറെ ദൂരം നടന്നും ഓടിയും അവൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. പകൽ തെളിഞ്ഞു തുടങ്ങിയപ്പോഴാണ് അവൻ അവന്റെ ഓട്ടവും നടത്തവും സാവധാനമാക്കിയതുപോലും. തന്റെ ഹുഡിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ പട്ടിക്കുട്ടിയെ അവൻ സിബ് തുറന്ന് ഒന്നെടുത്തു നോക്കി. സന്തോഷത്തോടെ അവൻ അതിനെ നോക്കിക്കണ്ടു. വീട്ടിലേക്കെത്തിയ അവൻ തന്റെ അനിയത്തിയുടെ ബെഡിന് സമീപം ആ പട്ടിക്കുട്ടിയെ നിർത്തിയിരുന്നു. കണ്ണു തുറന്ന ചാൻ യിയുടെ അനിയത്തിയായ സോയി പട്ടിക്കുട്ടിയെ കണ്ട് ഏറെ സന്തോഷിച്ചു. അവൾ ഏറെ നാളുകളായി ആഗ്രഹിച്ചിരുന്നതായിരുന്നു അത്തരത്തിലൊരു പട്ടിക്കുട്ടിയെ. അന്ന് സോയിയുടെ പിറന്നാളായതുകൊണ്ട് സോയിക്ക് സമ്മാനമായി നൽകാനായിരുന്നു ചാൻ യി ആ പട്ടിക്കുട്ടിയെ മോഷ്ടിച്ച് അവൾക്കായി കൊണ്ടുവന്നത്. സോയിയുടെയും ചാൻ യിയുടെയും അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ അവരെ ഉപേക്ഷിച്ച് സ്വന്തം ജീവിതം തിരക്കി നഗരത്തിലേക്ക് പോയിരുന്നു. ഒറ്റയ്ക്ക് പരസ്പരം സ്നേഹിച്ചും പരിലാളിച്ചുമായിരുന്നു സോയിയും ചാൻ യിയും കഴിഞ്ഞിരുന്നത്. അവരുടെ ആന്റി അവർക്കായി ഭക്ഷണം നൽകിയിരുന്നു. അമ്മയുടെ പക്കൽ നിന്നും എല്ലാ മാസവും അതിനുവേണ്ടി ഒരു സംഖ്യ ആന്റിയെ തിരക്കി എത്തുമായിരുന്നു. ചാൻ യിയിൽ നിന്നും അത് തനിക്കുള്ള പിറന്നാൾ സമ്മാനമാണ് എന്ന് തിരിച്ചറിഞ്ഞ സോയി കൂടുതൽ സന്തോഷവതിയായി. അവൾ ആ പട്ടിക്കുട്ടിയെ കുഞ്ഞിനെ പോലെ എടുത്ത് താലൊലിക്കാൻ തുടങ്ങി. ശേഷം ചാൻ യിയോട് പറഞ്ഞു, നമുക്കിവനെ ഹാർട്ടി എന്ന് വിളിക്കാം. ഹാർട്ടിയോ? ചാൻ ചോദിച്ചു. ഉടൻ സോയി പറഞ്ഞു, ഞാനൊരു നായക്കുഞ്ഞിനെ തരണമെന്ന് അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു. അവരെന്റെ പ്രാർത്ഥന കേട്ടു. അതുകൊണ്ട് നമുക്കിവനെ ഹാർട്ടി എന്ന് വിളിക്കാം. നായക്കിടാൻ പറ്റിയ പേരല്ലെന്നേ അത്. സാരമില്ല, എനിക്കിഷ്ടായി, സോയി പറഞ്ഞു. ചാൻ പിന്നെ അതിനെ എതിർത്തതുമില്ല. ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ ആ ചെറിയ പട്ടിക്കുട്ടിയെ സോയി സ്നേഹത്തോടെ പരിലാളിക്കാൻ തുടങ്ങി. നാളുകളും ഋതുക്കളും കടന്നുപോയിക്കൊണ്ടിരുന്നു. സോയിയുടെയും ചാൻ യിയുടെയും സ്നേഹം ഏറ്റുവാങ്ങി ഹാർട്ടി വളർന്നു വന്നുകൊണ്ടേയിരുന്നു. കുറച്ചു കാലത്തിന് ശേഷം ഹാർട്ടി ആരോഗ്യമുള്ള ഒരു നായയായി മാറിയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒച്ചയുണ്ടാക്കാതെ സോയി പതിയെ പുറത്തേക്ക് വരികയാണ്. എഴുന്നേറ്റ ഹാർട്ടിയോട് ശബ്ദമുണ്ടാക്കല്ലേ എന്നവൾ ആംഗ്യം കൊണ്ട് കാണിച്ചു. പെട്ടെന്ന് അകത്തു നിന്നും ചാൻ യിയുടെ ദേഷ്യത്തിലുള്ള ഒച്ച കേട്ടു. ബെഡിൽ മൂത്രമൊഴിച്ചാൽ നല്ല പെട കിട്ടുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ബെഡ്ഷീറ്റുമായി അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഉടൻ സോയി പറഞ്ഞു, ഞാനല്ല അത് ചെയ്തത്. പിന്നെ ആരാ? ദേ ഇവനാ. ഹാർട്ടിയുടെ നേർക്ക് സോയി വിരൽ ചൂണ്ടി. നീയല്ലേ ഇന്നലെ ബെഡിൽ മൂത്രമൊഴിച്ചത്? ഹാർട്ടിയോട് അവൾ ചോദിക്കുകയും ചെയ്തു. കേൾക്കേണ്ട താമസം. ഹാർട്ടി മുന്നിലേക്ക് നടന്നു ചെന്ന് സോയിയുടെ പ്രിയപ്പെട്ട ബാഗ് കടിച്ചെടുത്ത് ചാൻ യിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. ചാൻ ആ ബാഗ് തുറന്നു നോക്കി. അതിൽ സോയിയുടെ മൂത്രമൊഴിച്ചു നനഞ്ഞ ഷഡ്ഡി ഉണ്ടായിരുന്നു. അതെടുത്തു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് ഇവന്റെ ഷഡ്ഡി ആയിരിക്കുമല്ലേ? നായകൾ ഷഡ്ഡി ഇടുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഞാനല്ല അത് ചെയ്തത്. ഞാൻ ബെഡിൽ മൂത്രമൊഴിച്ചിട്ടില്ല. സോയി പിണങ്ങി തിരിഞ്ഞു നിൽക്കാൻ തുടങ്ങി. ഓഹോ, അങ്ങനെയാണോ എന്ന് പറഞ്ഞ് മുന്നിലേക്ക് വന്ന ചാൻ സോയിയുടെ വസ്ത്രം പൊക്കി. ഇപ്പോഴോ എന്ന് അവളോട് ചോദിച്ചു. അവരുടെ ആന്റി അപ്പോൾ ഭക്ഷണവുമായി അങ്ങോട്ട് കടന്നു വരുന്നുണ്ടായിരുന്നു. അത് കണ്ടതും ആന്റി എന്ന് കരഞ്ഞുകൊണ്ട്, നിന്നെ എനിക്ക് ഇഷ്ടമല്ലടാ കിളിത്തലയ എന്ന് ചാനിനെ വിളിച്ച് സോയി അകത്തേക്ക് കയറിപ്പോയി. അങ്ങോട്ടേക്ക് കടന്നു വന്ന ആന്റി ചാനിനോട് അവൾ വീണ്ടും പണി പറ്റിച്ചോ എന്ന് ചോദിച്ചു. അല്പം കഴിഞ്ഞ് മുറിക്കകത്തിരിക്കുകയായിരുന്ന സോയിയെ ആന്റിക്കൊപ്പം ഭക്ഷണം കഴിക്കാനായി ചാൻ യി വന്നു വിളിച്ചു. ഡി കിടക്കേ മുള്ളി, വാ ആന്റിക്കൊപ്പം ഭക്ഷണം കഴിക്കി. ദേഷ്യത്തിൽ സോയി പറഞ്ഞു, ഞാൻ കിടക്കേ മുള്ളിയല്ല. നീ എന്തൊരു ദുഷ്ടനാ. എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഇഷ്ടവുമല്ല. ഓ, അങ്ങനെയാണെങ്കിൽ ഐസ്ക്രീമും ഇല്ല. വേണ്ടല്ലോ അല്ലേ? നിന്നെ എനിക്ക് ഇഷ്ടമല്ല കിളിത്തലയ, പോറാ എന്ന് പറഞ്ഞ് സോയി കരയാൻ തുടങ്ങി. അത് കണ്ടതും ഞാൻ സ്കൂളിൽ പോകുക എന്ന് പറഞ്ഞ് ചാൻ പുറത്തേക്ക് പോയി. സോയി അവിടെയുണ്ടായിരുന്ന ഭിത്തിയിൽ ഒട്ടിച്ചിരുന്ന പേപ്പറിൽ അവൻ എന്റെ ചന്തി കണ്ടു. -500 എന്ന് എഴുതി വെക്കുന്നുണ്ടായിരുന്നു. ശേഷം ദേഷ്യത്തോടെ സ്വയം പറഞ്ഞു, അവനെ പറ്റി ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം വാതിൽക്കൽ വന്നു നിന്ന് ഹാർട്ടി കാണുന്നുമുണ്ടായിരുന്നു. അന്ന് സ്കൂളിലെ ആർട്ട് ക്ലാസ്സിൽ വെച്ച് ചാൻ തന്റെ അമ്മയുടേതുപോലുള്ള ഒരു രൂപമുണ്ടാക്കി. ശേഷം ദേഷ്യത്തിൽ അത് ഉടച്ചു കളയുകയും ചെയ്തു. അന്ന് ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും അവർക്ക് കാണാൻ ഇഷ്ടമുള്ള ഒരാളെ പറ്റി സംസാരിക്കണമായിരുന്നു. കുട്ടികൾ ഓരോരുത്തരും തങ്ങളുടെ വലിയ വലിയ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. കാർ ട്രൈഡ് ഉണ്ടാക്കിയ ആളെ കാണണമെന്നും അതുപോലെ ഫേമസ് സിംഗറിനെ കാണണം എന്നെല്ലാം കുട്ടികൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ ചാൻ യിയുടെ ഊഴമെത്തി. ചാൻ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു, എനിക്ക് ആരെയും കാണണമെന്നില്ല. അങ്ങനെ ആരും തന്നെയില്ല. പക്ഷെ അവന്റെ അമ്മയെ കാണണം എന്നുള്ള ആഗ്രഹം അവനുണ്ടാക്കിയ ക്ലേ മോഡലിലും അത് ഉടച്ചു കളഞ്ഞതിലും വ്യക്തമായിരുന്നു. സ്കൂളിൽ നിന്നും തിരികെ വരുന്ന വഴി കുട്ടികൾ ഐസ്ക്രീം വാങ്ങുന്നത് അവൻ കണ്ടു. അപ്പോഴാണ് സോയിക്ക് ഐസ്ക്രീം വാങ്ങണമല്ലോ എന്നവൻ ഓർത്തതുപോലും. അവന്റെ കയ്യിലാണെങ്കിൽ ആകെ ബസ് കാശിനുള്ള ചില്ലറകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോക്കറ്റിൽ നിന്നും അവൻ അതെടുത്തു. ഇതേ സമയം സോയി
ഹാർട്ടിക്കൊപ്പം ചാൻ വരുന്നത് നോക്കി കാത്തു നിൽക്കുകയായിരുന്നു. ഹാർട്ടിയോടൊപ്പം കളിച്ചിരുന്ന് സമയം പോയിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ചാൻ സ്ഥിരം വരുന്ന ബസ് വന്നു. ബസ് വന്നതും സോയി ചാടി എഴുന്നേറ്റ് സന്തോഷത്തോടെ ബസിന്റെ ഡോറിന് സമീപം പോയി നിൽക്കാൻ തുടങ്ങി. പക്ഷെ ബസ്സിൽ നിന്നും ചാൻ ഇറങ്ങി വന്നതേയില്ല. അവൾ ദുഃഖത്തോടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹാർട്ടി ബസ് വന്ന സ്ഥലത്തേക്ക് ഓടാൻ തുടങ്ങി. അങ്ങോട്ടേക്ക് നോക്കിയ സോയി ദൂരെ നിന്നും ഓടി വരുന്ന ചാനെ കണ്ടു. ചാൻ, നീ എനിക്ക് ഐസ്ക്രീം കൊണ്ടുവന്നില്ലേ എന്ന് വിളിച്ചു ചോദിച്ച് സോയിയുടൻ ചാനിനടുത്തേക്ക് ഓടിച്ചെന്നു. ചിരിയോടെ സോയിക്കടുത്തേക്ക് ഓടി വന്ന ചാൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കിറ്റ് ഉയർത്തി കാണിച്ചു. വൈകാതെ അവരൊരുമിച്ച് വീട്ടിലേക്കുള്ള വഴിയിലൂടെ നടന്നു നീങ്ങാൻ തുടങ്ങി. പക്ഷേ ഐസ്ക്രീം വെള്ളമായി പോയിരുന്നു. അത് കണ്ടതും സോയി പരിഭവിക്കാൻ തുടങ്ങി. ചാൻലിക്ക് ദേഷ്യം വന്നു. അവൻ പറഞ്ഞു, ഇതിപ്പോഴും ഐസ്ക്രീമാ, വേണമെങ്കിൽ കഴിച്ചോ. ഞാൻ എന്റെ കയ്യിൽ ആകെയുണ്ടായിരുന്ന ബസ് കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ട് വന്നതാ. പക്ഷെ കുട്ടിയായ സോയിക്ക് അതെങ്ങനെ മനസ്സിലാവാനാണ്? സോയി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ല, എനിക്ക് നിന്നെ ഇഷ്ടല്ല, എനിക്ക് ഐസ്ക്രീം വേണം. അവൾ ആ കിറ്റ് വലിച്ചെറിഞ്ഞ് താഴെ ഇരുന്ന് കരയാൻ തുടങ്ങി. എനിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. ഇതേ സമയം വലിച്ചെറിഞ്ഞ കിറ്റിൽ നിന്നും ഹാർട്ടി ഐസ്ക്രീം തിന്നാൻ തുടങ്ങിയിരുന്നു. ഐസ്ക്രീം തിന്നുകൊണ്ടിരുന്ന ഹാർട്ടിയുടെ തലയിൽ ആ കിറ്റ് കുടുങ്ങി പോവുകയും ചെയ്തു. അതുപയോഗിച്ച് കണ്ണു കാണാതെ ഹാർട്ടി കഷ്ടപ്പെടുന്നത് കണ്ടതും സോയിക്കും ചാൻലിക്കും ചിരി പൊട്ടി. ചാൻ ഓടി വന്ന് ഹാർട്ടിയുടെ തലയിൽ നിന്നും കിറ്റ് ഊരിയെടുത്ത് അത് കാട്ടി പ്രലോഭിപ്പിച്ച് ഹാർട്ടിയുമായി മുന്നോട്ടേക്ക് ഓടാൻ തുടങ്ങി. കൂടെ ചിരിച്ചുകൊണ്ട് സോയിയും കൂടെ ഓടി. ആ ഐസ്ക്രീം പിണക്കം മാറി അത് സന്തോഷത്തിലേക്ക് വഴിമാറാൻ അത് തന്നെ ധാരാളമായിരുന്നു. വീട്ടിലെത്തി അന്ന് ഭക്ഷണം കഴിക്കാൻ നേരം സോയി ചാനിനോട് ചോദിച്ചു, ചാൻ, നമ്മൾ പാവപ്പെട്ടവരാണോ? ആരാ അത് പറഞ്ഞത്? അപ്പുറത്തെ വീട്ടിലുള്ള അമ്മൂമ്മ പറഞ്ഞതാ. അവരാണ് നമ്മളെക്കാ പാവപ്പെട്ടത്. കാരണം അവരൊറ്റയ്ക്കല്ലേ താമസിക്കുന്നേ, നമ്മൾ 3 പേരില്ലേ, അതുകൊണ്ട് നമ്മൾ പാവപ്പെട്ടവരല്ല, ചാൻ പറഞ്ഞു. അത് കേട്ടതും സന്തോഷത്തോടെ സോയി പറഞ്ഞു, ആ അത് ശരിയാ. അപ്പോഴാണ് സോയി ചാനിന്റെ മുഖത്തെ പാട് കണ്ടത്. നീ വീണ്ടും അടികൂടാൻ പോയോ? പരിഭവത്തോടെ ചോദിച്ച സോയി, ഞാൻ മരുന്ന് വെച്ചു തരാം എന്ന് പറഞ്ഞ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്തു. ശേഷം അവന്റെ കുഞ്ഞു മുറിവിന് മേലെ ബാൻഡേജ് ഒട്ടിച്ചു കൊടുത്തു. അടുത്ത ദിവസം ആന്റിയുടെ വീട്ടിലെത്തിയ ചാൻ ഒരു വിവരം അറിഞ്ഞു. ആന്റിയും അങ്കിളിന്റെ കമ്പനിയിൽ നിന്ന് സ്ഥലം മാറ്റമായതുകൊണ്ട് അവിടം വിട്ടു പോവുകയാണ്. ചാനിനെയും സോയിയെയും അവർക്ക് കൂടെ കൂട്ടാനാവില്ല. ആന്റി ചാനിന് അടുക്കൽ വന്നിരുന്ന് അവരുടെ അമ്മയെ പറ്റി ഒരു വിവരവുമില്ലെന്നും ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ നിസ്സഹായരാണെന്നുമുള്ള കാര്യം വേദനയോടെ പറഞ്ഞു. നിങ്ങളെ അവൾ എന്താ ഇത്ര നാളായിട്ടും വിളിക്കാത്തത് എന്നെനിക്കറിയില്ലെന്നും ആന്റി കൂട്ടിച്ചേർത്തു. അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്ന അങ്കിൾ വിളിച്ചു പറഞ്ഞു, നിനക്കതറിയില്ലേ, അവളുടെ ഭർത്താവ് ചത്തു, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ അവൾ ഉപേക്ഷിച്ചു. നിങ്ങൾ എന്തായി പറയുന്നേ? ആന്റി വിളിച്ചു ചോദിച്ചു. പരമമായ സത്യം, 1 കൊല്ലം കഴിഞ്ഞു, ഇത്രയൊക്കെ പോരെ മനസ്സിലാക്കാൻ. അത് കേട്ടതും ചാൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ തുടങ്ങി. അങ്കിൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, നിന്റെ അച്ഛനും അമ്മയും പോയി, നിന്റെ അനിയത്തിക്ക് വേണ്ടി നീ വല്ല നല്ലതും ചെയ്യാൻ നോക്ക്. നിങ്ങളുടെ അമ്മ ഇനി തിരിച്ചു വരാനൊന്നും പോണില്ല, അനാഥാലയത്തിലേക്ക് പൊക്കൂ, അതാ നല്ലത്. എന്നിട്ട് അവിടെ അമ്മയെ കാത്തിരുന്നു. അങ്കിളിന് മുന്നിലെത്തിയ ചാൻ ദേഷ്യത്തിൽ പറഞ്ഞു, ഞങ്ങൾ അനാഥരല്ല, അമ്മ ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. അവൻ ദേഷ്യത്തിൽ പുറത്തേക്ക് പോയി. ആന്റി അവന്റെ പിന്നാലെ തന്നെ ചെന്നു. നല്ല മനസ്സുണ്ടായിരുന്ന ആ സ്ത്രീ അവനെ പിടിച്ചു നിർത്തി അവനോട് പറഞ്ഞു, നീ എന്നോട് ക്ഷമിക്കണം, ഇങ്ങനെയെല്ലാം സംഭവിച്ചതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചാൻ പറഞ്ഞു, അത് സാരമില്ല, ഞങ്ങൾ ഈ ലോകത്ത് അനാഥരാണ്, അങ്ങനൊന്നും പറയരുത്, ഞാൻ നിനക്ക് എല്ലാ മാസവും കാശ് അയക്കാം, കേട്ടോ. ശേഷം ആന്റി തന്റെ കയ്യിൽ നിന്നും ഒരു കത്തെടുത്ത് ചാനിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, അവൾ എപ്പോഴും ഇവിടെ തന്നെയാണോ താമസിക്കുന്നത് എന്നെനിക്കറിയില്ല, ഇത് നിന്റെ അമ്മയുടെ അഡ്രസ്സാണ്. ചാൻ ഇല്ലാതിരുന്ന ആ പകലിൽ സോയി ഹാർട്ടിക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്നു. അമ്മയും മകളും കളി. ശേഷം ഹോംവർക്ക് ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് അവൾ ഒരു ചിത്രം വരയ്ക്കാൻ തുടങ്ങി. അമ്മയെയും ചാനിനെയും ഹാർട്ടിയെയും ഓർമ്മിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം. ഹാർട്ടിയുടെ കയ്യിൽ പിടിച്ച് അവനെ കൊണ്ടും ഹോംവർക്ക് ചെയ്യേ എന്ന് നിർബന്ധിപ്പിച്ച് ആ ചിത്രം വരപ്പിച്ചു. ശേഷം അത് പൂർത്തിയായല്ലോ എന്ന് പറഞ്ഞ് അത് ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചു. ശേഷം തന്റെ പ്രിയപ്പെട്ട ബാഗ് എടുത്തണിഞ്ഞ് വാ നമുക്ക് ചാനിനെ വിളിക്കാൻ പോകാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഈ സമയം പെട്ടെന്നുണ്ടായ കാറ്റിൽ സോയി അപ്പോൾ വരച്ചൊട്ടിച്ചു വെച്ച ചിത്രം പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു മേശയ്ക്കടിയിലേക്ക് വീണു. ഹാർട്ടി അത് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അന്ന് ബസ് സ്റ്റോപ്പിൽ അമ്മയുടെ അഡ്രസ്സും വെച്ച് ഏറെ നേരം ആലോചിച്ചിരുന്ന ചാൻഡി സമയം പോയത് തിരിച്ചറിഞ്ഞിരുന്നില്ല. സമയം സന്ധ്യയായി മാറിയിരുന്നു. അവന് പോവാനുള്ള ബസ് അഡ്രസ് നോക്കിയിരിക്കുന്നതിനിടയിൽ നഷ്ടപ്പെടുകയും ചെയ്തു. ഇതേ സമയം ഗ്രാമത്തിലെ ബസ് സ്റ്റോപ്പിൽ ചാനിനെയും നോക്കിയിരുന്ന സോയി ഹാർട്ടിക്കൊപ്പം ഇരുന്നുറങ്ങിപ്പോയിരുന്നു. ഹാർട്ടി അവൾക്കായി കാവലിരുന്നു. അല്പം കഴിഞ്ഞ് ഒരു ബസ് വരുന്നത് കണ്ടതും ഹാർട്ടി അവളെ നക്കി എഴുന്നേൽപ്പിച്ചു. ശേഷം ദൂരെ വരുന്ന ഒരു ബസ് കണ്ടതും അവൻ അങ്ങോട്ടേക്ക് ഓടാൻ തുടങ്ങി. പിന്നെ തിരിച്ച് ആ ബസ്സിന് മുന്നിലോടി ബസ് സ്റ്റോപ്പിലേക്ക് തിരികെ എത്തി. ആ ബസ്സിൽ നിന്നും ചാൻ ഇറങ്ങി വന്നിരുന്നു. തന്നെ കാത്തു നിൽക്കുന്ന സോയിക്കരികിലേക്ക് അവൻ നടന്നു ചെന്നതും സോയി കരയാൻ തുടങ്ങി. സോയിയെയും പുറത്തു കയറ്റി ചാൻ വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടയിൽ ചാൻ ചോദിച്ചു, സോയി, ഇരുട്ടായതുകൊണ്ട് നീ പേടിച്ചുപോയോ? സോയി പറഞ്ഞു, ചെറുതായിട്ട്. ഹാർട്ടി ഉണ്ടായതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. നീ എന്തിനാ കരഞ്ഞേ? നീ വരില്ലെന്ന് ഞാൻ കരുതിപ്പോയി. മണ്ടി, നിനക്ക് വീട്ടിലേക്ക് പോകാരുന്നില്ലേ? അത് നമ്മുടെ വീടല്ലേ? നമ്മുടെ വീടൊക്കെ തന്നെയാ. പക്ഷേ അമ്മ അവിടെ ഇല്ലല്ലോ. അവര് വീട്ടിലേക്ക് ബസ് കയറി വരുമോ? വരും എന്ന അർത്ഥത്തിൽ ചാനൊന്ന് മൂടുക മാത്രം ചെയ്തു. അങ്ങനെയാണ് നമുക്കെന്നും ബസ് സ്റ്റോപ്പിൽ അമ്മേനെ കാത്തു
കാത്തിരിക്കാം, അപ്പോഴവര് മടങ്ങി വരും. സോയി പറഞ്ഞു. കൂട്ടത്തിൽ നിനക്കിപ്പോ സമ്മർ വെക്കേഷൻ അല്ലേ, നീയും എന്റെ കൂടെ വന്ന് കാത്തിരിക്കുക, അപ്പോ നമ്മുടെ അമ്മ പെട്ടെന്ന് വരില്ലേ എന്ന് സോയി ചാൻജിയോട് ചോദിച്ചു. ചാനിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. സോയി കേൾക്കാതിരിക്കാൻ തന്റെ കരച്ചിൽ അടക്കി പിടിക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അന്ന് രാത്രിയിൽ സോയി നിർബന്ധമായും തല കഴുകണമെന്ന് ചാൻ വാശി പിടിച്ചു. ഇല്ലെങ്കിൽ കൂടെ കിടത്തില്ല എന്ന് ചാൻ വാദിച്ചതും സോയി തല കഴുകാൻ തയ്യാറായി. ശേഷം അവൾ ബെഡിലേക്ക് ചെന്നിരുന്ന സമയത്താണ് ബാഗിൽ നിന്നും അവൾക്ക് അമ്മയുടെ അഡ്രസ് ഉള്ള കത്ത് കിട്ടിയത്. അത് കണ്ടതും അവൾ സന്തോഷത്തിൽ അതുമായി ചാനിനടുത്തേക്ക് ഓടിച്ചെന്നു. ശേഷം അവനോട് പറഞ്ഞു, ഇത് അമ്മയുടെ അഡ്രസ് ആണല്ലേ, നമുക്ക് അങ്ങോട്ട് പോകാം. പക്ഷെ ദേഷ്യത്തിൽ ചാൻ അത് തട്ടിപ്പറിച്ചു വാങ്ങി. അതോടെ സോയി നമുക്ക് അമ്മയുടെ അടുത്ത് പോകാം എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാൻ തുടങ്ങി. ചാൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഒടുവിൽ ചാൻ പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ ഡി മണ്ടി, ഒരു കാര്യവുമില്ല, അവര് തിരിച്ചു വരില്ല. അതെന്താ അവര് വരാത്തെ, അവര് വരും, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നീ കിളിത്തലയന എന്ന് പറഞ്ഞ് സോയി കരഞ്ഞുകൊണ്ടേയിരുന്നു. ചാൻ പറഞ്ഞു, നോക്ക്, അവർക്ക് വരാൻ ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ എന്നേ വരാമായിരുന്നു. അവർ ഈ ബാഗും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നെന്ന് കരുതി അവരെ തിരിച്ചു വരുമെന്നാണോ നിന്റെ വിചാരം? തീർച്ചയായും വരില്ല, ഞാനിത് കളയാൻ പോകുക എന്ന് പറഞ്ഞ് സോയിയുടെ പ്രിയപ്പെട്ട ബാഗ് എടുത്ത് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോവാൻ തുടങ്ങി. ഉടൻ ചാടി എഴുന്നേറ്റ സോയി ബാഗിൽ പിടുത്തമിട്ടുകൊണ്ട് കരഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു, ഇതെനിക്ക് അമ്മ വാങ്ങി തന്നതാ, വിട്. ബാഗ് പിടിച്ചു വാങ്ങിയ ശേഷവും കരച്ചിലോടെ സോയി ഇതെനിക്ക് അമ്മ വാങ്ങി തന്നതാ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ചാൻ തന്റെ പാവം അനിയത്തിയെ നോക്കി നിന്നു. അല്പം കഴിഞ്ഞ് ബെഡിലിരുന്ന സോയി കണ്ണീരോട് പറഞ്ഞു, ഞാൻ നല്ല കുട്ടിയായാൽ ബുക്ക് വാങ്ങിത്തരാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്, അവര് തിരിച്ചു വരുമെന്ന് സത്യം ചെയ്തതാ. ഉടൻ ചാൻ പറഞ്ഞു, അമ്മ മരിച്ചുപോയി, അവര് നമ്മുടെ ജീവിതത്തിൽ നിന്നും പോയി, അപ്പോ അവര് മരിച്ചെന്ന് കരുതിക്കോ, അതുകൊണ്ട് ഇനി അവരെ ചോദിക്കരുത്, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഇട്ടേച്ചു പോകും, മനസ്സിലായോ? ഉടൻ കരച്ചിൽ നിർത്താൻ ശ്രമിച്ച് എങ്കിലും വിതുമ്പിക്കൊണ്ട് സോയി പറഞ്ഞു, അങ്ങനെയൊന്നും ചെയ്യല്ലേ, ഞാൻ ഇനി കരയില്ല, ഞാൻ നല്ല കുട്ടിയായിരിക്കാം, അങ്ങനെയൊന്നും ചെയ്യരുത്, എന്നെ ഒറ്റക്കാക്കി പോകരുത്. എന്ത് ചെയ്യണമെന്നറിയാതെ ചാൻ ഒരു നിമിഷം നിന്നു. ഉടൻ കരച്ചിൽ നിർത്തി സോയി ചോദിച്ചു, ചാൻ അമ്മ മരിച്ചിട്ടൊന്നുമില്ലല്ലോ? ചാൻ ഒന്നും മിണ്ടിയില്ല. അല്പം കഴിഞ്ഞതും ദേഷ്യവും സങ്കടവും വന്ന ചാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയം എഴുന്നേറ്റ് ചെന്ന സോയി ഭിത്തിയിലൊട്ടിച്ചിരുന്ന പരാതി പേപ്പറിൽ എന്തൊക്കെയോ എഴുതി ചേർക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ ഉറങ്ങുന്ന സോയിക്കരികിൽ ഏറെ നേരം അവളെ നോക്കി ചാനിരുന്നു. ശേഷം അവൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഉറക്കം വരാതെ ഹാർട്ടിക്കൊപ്പം ഇരിക്കാൻ തുടങ്ങി. അവനെ കണ്ടതും ഹാർട്ടി അവനടുത്തേക്ക് ഓടിച്ചെന്ന് അവന്റെ മടിയിൽ തലവെച്ച് കിടക്കാൻ തുടങ്ങി. ഹാർട്ടിയെ തലോടിക്കൊണ്ട് ചാൻ പറഞ്ഞു, എന്നെങ്കിലും ഇതിനേക്കാൾ വഷളാവുകയാണെങ്കിൽ നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോകാം. എനിക്ക് അമ്മയില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ അവള് തീരെ ചെറുതല്ലേ, നമുക്ക് അവളെ പറഞ്ഞുവിടാം. എത്ര കഷ്ടപ്പാടാണെങ്കിലും അമ്മ അവളെ നോക്കിക്കോളും, അതുവരെ നമ്മൾ അവളെ പൊന്നുപോലെ നോക്കണം. ഞാനില്ലാത്തപ്പോ നീ ആയിരിക്കണം അവളുടെ ചേട്ടൻ. എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ പിരിഞ്ഞിരിക്കില്ല, ഓക്കെ അല്ലേ? വേദനയോടെ ഹാർട്ടിയോട് ചാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ശേഷം പ്രോമിസ് എന്ന് പറഞ്ഞ് തന്റെ കൈകൾ ഹാർട്ടിക്ക് നേരെ നീട്ടി. ഹാർട്ടിയും തന്റെ കൈ ചാനിന്റെ കൈയിലേക്ക് വെച്ചു. അന്ന് രാത്രിയിൽ മഞ്ഞു പെയ്യാൻ തുടങ്ങിയിരുന്നു. വീണ്ടും ഒരു ശീതകാലം വന്നെത്തുകയാണ്. മഞ്ഞുകാലം കനത്തതോടെ ഗ്രാമത്തിലെ വലിയ തടാകം ഐസിനാൽ മൂടപ്പെട്ടു. സോയിയും ചാൻജിയും ഹാർട്ടിയുമൊത്ത് ആ തടാകത്തിന് മുകളിലൂടെ വണ്ടിയിൽ തെന്നി വലിച്ച് കളിക്കാൻ തുടങ്ങി. അവിടെ ഇരിക്കുകയായിരുന്ന രണ്ട് നാട്ടുകാർ അത് നോക്കിക്കാണുന്നുമുണ്ടായിരുന്നു. സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ചാനിന് ഒന്ന് കക്കൂസിൽ പോവാൻ തോന്നി. ചാൻ സോയിയോട് അവിടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞ് ഉടൻ അടുത്തുള്ള പൊന്തക്കാടിലേക്ക് ഓടിക്കയറി. ഞാൻ ഒറ്റക്ക് കളിച്ചോട്ടെ എന്ന് സോയി ചോദിച്ചെങ്കിലും വേണ്ട, ഞാൻ വന്നിട്ട് പോയാ മതി എന്ന് ചാൻ നിർദ്ദേശം നൽകിയിരുന്നു. ചാൻ പോയതും ഹാർട്ടി നമുക്ക് കളിച്ചാലോ എന്ന മട്ടിൽ സോയിയെ നോക്കി. പക്ഷേ സോയി പറഞ്ഞു, വേണ്ട, അവൻ എന്നോട് കാത്തു നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സമയം ഒരു പൊട്ടിയ പട്ടം പറന്ന് ഹാർട്ടിക്ക് മുന്നിൽ അല്പം ദൂരെയായി വന്നു വീണു. അത് കണ്ടതും ഹാർട്ടി ആ പട്ടമെടുക്കാനായി മുന്നിലേക്ക് ഓടിപ്പോയി. അവൻ ആ പട്ടമെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ആ ഭാഗത്തെ മുകളിലെ ഐസ് തകരുകയും ഹാർട്ടി തടാകത്തിനകത്തേക്ക് വീണു പോവുകയും ചെയ്തു. ഹാർട്ടി അതിൽ നിന്ന് നീന്തി മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൻ എളുപ്പത്തിൽ അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ദൂരെ നിന്നും ഇത് സോയി കാണുന്നുമുണ്ടായിരുന്നു. ഹാർട്ടിയെ രക്ഷപ്പെടുത്താൻ സോയി മുന്നിലേക്ക് പതിയെ നടന്നു ചെന്നുകൊണ്ടിരുന്നു. ഒടുവിൽ അവളും ദുർബലമായ ആ ഐസ് പാളിക്ക് മുകളിലെത്തി ചവിട്ടി നിൽക്കാൻ തുടങ്ങി. ഈ സമയം പൊന്തക്കാടിനുള്ളിൽ നിന്ന് കാര്യം കഴിഞ്ഞെഴുന്നേറ്റ ചാൻജി സോയി അപകടാവസ്ഥയിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഐസ് പാളിക്ക് മുകളിൽ നിൽക്കുന്ന കണ്ടു. ദൂരെ നിന്നും അവൻ, സോയി അനങ്ങല്ലേ, അവിടെ തന്നെ നിൽക്ക് എന്ന് വിളിച്ചു പറഞ്ഞു. ശേഷം അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും അത് സംഭവിച്ചിരുന്നു. സോയി നിന്നിരുന്ന ഐസ് പാളികൾ തകർന്ന് സോയി തടാകത്തിനകത്തേക്ക് പതിച്ചു. അത് കണ്ട് അങ്ങോട്ടേക്ക് കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്ന ഗ്രാമവാസികളും ഓടിച്ചെല്ലുന്നുണ്ടായിരുന്നു. തകർന്ന ഐസ് പാളിക്ക് സമീപത്തേക്ക് ഓടിപ്പോവുകയായിരുന്ന ചാൻജിയെ ഗ്രാമവാസികൾ തടഞ്ഞു നിർത്തി. സോയി തടാകത്തിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയിരുന്നു. അവളിൽ നിന്നും ഊരി വന്ന ബാഗ് ആ ചെറിയ ഭാഗത്ത് പൊങ്ങിക്കിടന്നു. ഈ സമയം ഒരു കണക്കിൽ നീന്തി കയറി ഹാർട്ടിയും തടാകത്തിന് മുകളിലേക്ക് കയറി വന്നിരുന്നു. വേദനയോടെ ഹാർട്ടി ആ തടാകത്തിലേക്ക് നോക്കി നിന്നു. ചാൻജി അലറിക്കരയുന്നുണ്ടായിരുന്നു. പക്ഷെ തണുത്തുറഞ്ഞ ആ തടാകത്തിൽ ഒന്നും ചെയ്യാൻ
കഴിയാത്ത വണ്ണം നിസ്സഹായരായി നിൽക്കാൻ മാത്രമേ ഹാർട്ടിക്കും ചാനിനും കഴിഞ്ഞുള്ളൂ. സോയി മരണപ്പെട്ടു. അത് ചാനിനെ വലിയ രീതിയിൽ തകർത്ത് കളയുകയും ചെയ്തു. മാനസികമായി അവൻ ഏറെ ഒറ്റപ്പെട്ടു. എപ്പോഴും സോയിയുടെ ബാഗും കെട്ടിപ്പിടിച്ചിരിക്കാൻ തുടങ്ങി. ഹാർട്ടിയും ഒറ്റപ്പെട്ടിരുന്നു. സോയിയുടെ മരണത്തിന് കാരണം ഹാർട്ടിയാണെന്ന് വിശ്വസിച്ചിരുന്ന ചാൻ ഹാർട്ടിയെ തന്നിൽ നിന്നും അകറ്റി മാറ്റിക്കൊണ്ടേയിരുന്നു. ചാനിന് പിന്നാലെ തന്നെ ഹാർട്ടി ചെന്നെങ്കിലും അവൻ ഹാർട്ടിയെ തന്നോട് അടുപ്പിച്ചതേയില്ല. എങ്കിലും ഹാർട്ടി അവനെ പിന്തുടർന്ന് തന്നെ പോയിരുന്നു. ഒറ്റപ്പെട്ടതോടെ ചാൻ അമ്മയ്ക്കടുത്തേക്ക് പോവാൻ തീരുമാനിച്ചു. അവൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവന്റെ പിന്നാലെ നടന്ന് ഹാർട്ടി ബുസാനിലേക്ക് ടിക്കറ്റ് എടുത്ത് ചാൻ ട്രെയിനിലേക്ക് കയറി. അങ്ങോട്ടേക്ക് ഓടിയെത്തിയ ഹാർട്ടി ഏറെ കുരച്ചെങ്കിലും ചാൻ ഒന്ന് തിരിഞ്ഞുപോലും നോക്കിയില്ല. അവൻ ട്രെയിനിൽ കയറിയിരുന്നു. ഹാർട്ടിക്ക് ട്രെയിനിലേക്ക് കയറാൻ സാധിക്കുമായിരുന്നില്ല. ട്രെയിൻ മുന്നിലേക്ക് നീങ്ങി തുടങ്ങി. ട്രെയിനിൽ പോകുന്ന ചാനെ നോക്കി ഹാർട്ടി പുറത്തു നിന്നു. അല്പം കഴിഞ്ഞതും ട്രെയിനു പിന്നാലെ ഹാർട്ടി ഓടാൻ തുടങ്ങി. നിർത്താതെ വളരെ വേഗതയിലുള്ള ഓട്ടം. രാത്രിയോടെ ട്രെയിൻ ബുസാനിലെത്തി. അഡ്രസ് തപ്പിപ്പിടിച്ച് ചാൻ അവന്റെ അമ്മ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ പുറത്ത് വന്നിരിക്കാൻ തുടങ്ങി. ഇതേ സമയം ഹാർട്ടിയാണെങ്കിൽ ട്രെയിൻ പോയ വഴിയിലെ മണം പിടിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി ഏറെ വൈകിയായിരുന്നു അമ്മ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയത്. അമ്മയ്ക്കൊപ്പം മറ്റൊരു മനുഷ്യനും ഉണ്ടായിരുന്നു. അമ്മ എന്ന് വിളിച്ച് അമ്മയുടെ അടുത്തേക്ക് ചെന്ന ചാൻയിയെ ഞെട്ടലോടെയായിരുന്നു അമ്മ നോക്കിക്കണ്ടത്. അല്പം കഴിഞ്ഞ് ആ വ്യക്തിയെ പറഞ്ഞയച്ച് അമ്മ ചാനിനൊപ്പം അപ്പാർട്ട്മെന്റിനകത്തേക്ക് കയറി. അല്പനേരം കഴിഞ്ഞ് ഇരുവരും സംസാരിക്കാൻ തുടങ്ങി. അമ്മ പറഞ്ഞു, എനിക്ക് കിട്ടുന്നതെല്ലാം ഞാൻ നിന്റെ ആന്റിക്ക് അയച്ചേക്കാം, എനിക്ക് കാശൊന്നും വേണ്ട. ചാൻ പറഞ്ഞു, പിന്നെ എന്താ നിനക്ക് വേണ്ടത്? സോയി അവൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് ഫോൺ വന്നു. അമ്മ എഴുന്നേറ്റ് ഫോൺ കോൾ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി. താൻ പ്രതീക്ഷിക്കാതെയാണ് അവൻ വന്നത്, അവനൊരു ബാധ്യതയാണ് എന്ന മട്ടിലായിരുന്നു അമ്മയുടെ സംസാരം മുഴുവൻ ഫോണിലൂടെ ഉണ്ടായിരുന്നത്. ചാൻ അത് മുഴുവൻ കേട്ടിരുന്നു. അതോടെ ചാനിന് സോയിയുടെ കാര്യം പറയാൻ പറ്റാതെയായി. അമ്മ അവനോട് പോയി കിടന്നോളാൻ പറഞ്ഞു. ബെഡിൽ എത്ര നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ചാനിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയും അമ്മയോട് സോയിയുടെ കാര്യം പറയാൻ ഉറപ്പിച്ച് അവൻ എഴുന്നേൽക്കാൻ തുടങ്ങി. അപ്പോഴാണ് വാതിലിന്റെ വിടവിലൂടെ ഏറെ മദ്യപിച്ചിരിക്കുന്ന അമ്മയെ കണ്ടത്. അതോടെ ആ ശ്രമം ഉപേക്ഷിച്ച് അവൻ തിരികെ കിടന്നു. ഈ സമയമെല്ലാം രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ ഹാർട്ടി നടന്നു വരികയായിരുന്നു. അടുത്ത ദിവസം പകലായപ്പോഴേക്കും ഹാർട്ടിക്ക് വല്ലാതെ വിശക്കാൻ തുടങ്ങി. അവൻ ഭക്ഷണത്തിനായി ആളുകളെ സമീപിച്ചെങ്കിലും കൂടുതൽ ആളുകളും അവനെ തല്ലി ഓടിക്കുകയാണ് ചെയ്തത്. ആളുകളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കടിച്ചു വാങ്ങിയും ആളുകൾക്ക് മുന്നിൽ അഭ്യാസം കാണിച്ച് അവരെ പ്രീതിപ്പെടുത്തി ഭക്ഷണം നേടിയും ഹാർട്ടി തന്റെ ആരോഗ്യം നിലനിർത്താൻ ശ്രമിച്ചു. അടുത്ത ദിവസം പകലിൽ ചാൻ ബെഡിൽ കിടക്കുന്ന സമയത്ത് അമ്മ അവനടുത്തേക്ക് നടന്നു വന്നു. ശേഷം ഒരു കവർ അവന്റെ തലയിണയ്ക്ക് സമീപം വെച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നിന്റെ ആന്റിക്ക് കൊടുത്തേക്ക്, ഞാൻ ഉടനെ അമേരിക്കയിലേക്ക് പോവുകയാണ്, ഞാനിനി മടങ്ങി വരാൻ പോകുന്നില്ല. അത്രയും പറഞ്ഞ് മറ്റൊന്നും പറയാതെ ചാനിന്റെ അമ്മ ആ റൂം വിട്ടിറങ്ങിപ്പോയി. വേദനയോടെ കണ്ണുനീർ ഒഴുക്കി ചാൻ ബെഡിൽ തന്നെ കിടന്നു. അങ്ങനെ കിടക്കുമ്പോഴാണ് വശത്ത് വെച്ചിരുന്ന പേപ്പർ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ബാഗിൽ നിന്നും പുറത്തെടുത്ത് ആ പേപ്പർ വെച്ചിരിക്കുന്നു. സോയി എഴുതി കൂട്ടിയിരുന്ന ചാനിനെ പറ്റിയുള്ള കാര്യങ്ങൾ അടങ്ങിയ പേപ്പർ. അതിലൊരു 10,000 വോണും വെക്കപ്പെട്ടിരുന്നു. സോയി അതിൽ എഴുതിയിരുന്നു, ചാനിന്റെ ചെയ്തികൾക്ക് +500, ബെഡിൽ മൂത്രമൊഴിച്ചതിന് -100. അല്പം കഴിഞ്ഞതും ചാൻ എഴുന്നേറ്റിരുന്ന് സോയിയോടെന്ന പോലെ അവളുടെ ബാഗിൽ നോക്കി സംസാരിക്കാൻ തുടങ്ങി. എന്നോട് നീ ക്ഷമിക്കണം, എനിക്ക് അവരോട് പറയാൻ പറ്റിയില്ല. ഇത് നിനക്ക് വേണ്ടി അമ്മ തന്നത്, നല്ല കുട്ടിയായിട്ടിരുന്നതിന്. ആ 10,000 വോൺ ഉയർത്തി ചാൻ പറഞ്ഞു. ശേഷം ബാഗ് തുറന്ന് അതിലേക്ക് ആ പേപ്പറുകളും 10,000 വോണും എടുത്തുവെച്ച് അമ്മ കൊടുത്ത പണക്കവർ എടുക്കാതെ അത് മേശമേൽ വെച്ച് അവൻ പുറത്തേക്ക് നടന്നു നീ. ശേഷം എങ്ങോട്ടേക്ക് പോകണമെന്നറിയാതെ തിരികെ പോയാലോ എന്നുള്ള ആലോചനയിൽ ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ തുടങ്ങി. ഇതേ സമയം റെയിൽവേ ട്രാക്കിലൂടെ മണം പിടിച്ച് പോന്നുകൊണ്ടിരുന്ന ഹാർട്ടി ഒടുവിൽ ബുസാൻ സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. ബുസാൻ സ്റ്റേഷനിൽ ചാനിന്റെ മണം കിട്ടിയതും അവൻ അവിടുത്തെ തെരുവിലേക്ക് ഓടിയിറങ്ങി. ശേഷം അവിടെ ചാനിനെയും തിരക്കി ഓടി നടക്കാൻ തുടങ്ങി. ഈ സമയം ബസ്സിൽ പോവുകയായിരുന്ന ചാനിന്റെ ദേഹത്തേക്ക് ഒരു കാർഡ് വന്നു വീണു. ഒരു കുട്ടി വെച്ചിട്ട് പോയ ആ കാർഡ് ചാൻ എടുത്ത് വായിച്ചു. ഈ സമയം ബസ്സിന് മുന്നിൽ നിന്ന് 2 കുട്ടികൾ ചേർന്ന് പറയാനും തുടങ്ങിയിരുന്നു, മാന്യരെ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളുടെ അച്ഛൻ മരിച്ചിട്ട് കുറെ കാലമായി. പണമുണ്ടാക്കാൻ വേണ്ടി അമ്മ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയി. ഞങ്ങളിവിടെ അമ്മയെ തിരഞ്ഞു വന്നതാണ്, പക്ഷെ കണ്ടെത്താൻ പറ്റിയില്ല. ഈ തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടുന്നത്. ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. ആ കുട്ടികൾ ബസ്സിനകത്ത് ഭിക്ഷ തേടുകയായിരുന്നു. അവരെ കണ്ടതും ചാനിന് വളരെ സങ്കടം തോന്നി. തന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന പണം കാർഡ് തിരികെ വാങ്ങാൻ വന്ന പെൺകുട്ടിക്ക് ചാൻ കൈമാറി. അവന്റെ മുഖത്ത് ദുഃഖഭാവം ആ പെൺകുട്ടി ശ്രദ്ധിച്ചിരുന്നു. ഈ സമയമെല്ലാം ഹാർട്ടി ബുസാന്റെ തെരുവിലൂടെ ചാനെയും തിരഞ്ഞു നടക്കുകയാണ്. ഇതേ സമയം ചാനിന്റെ അമ്മ അമേരിക്കയിലേക്ക് പോവാൻ തന്റെ പാർട്ട്ണറുടെ ഒപ്പം തയ്യാറെടുക്കുകയായിരുന്നു. അതിനായി അവർ എംബസിയിൽ ചെന്നിരുന്നു. എംബസിയിലെ ഉദ്യോഗസ്ഥ ചോദിച്ചു, വിസയ്ക്കുള്ള ഇന്റർവ്യൂ സിയോളിൽ വെച്ചാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ രേഖകളും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. അമേരിക്കയിൽ ചെന്ന് ഇവർക്ക് നിങ്ങളൊരു ഒഫീഷ്യൽ ഇൻവിറ്റേഷൻ അയച്ചാൽ മാത്രം മതി. ഇവര് മാത്രമാണോ നിങ്ങൾ ക്ഷണിക്കുന്നത്? കുടുംബം പാർട്ട്ണറോട് ഉദ്യോഗസ്ഥ ചോദിച്ചു. പാർട്ട്ണർ പറഞ്ഞു, വേറെ ആരുമില്ല, ഇവൾ മാത്രമേ ഉള്ളൂ. ഒരു നിമിഷം ചാനിന്റെ അമ്മ മുഖം
മുഖമുയർത്തി തന്റെ പാർട്ണറെ നോക്കി. അല്പനേരത്തിന് ശേഷം ബസ്സിൽ നിന്നിറങ്ങിയ ചാൻ ഒരു ഫുഡ് ഷോപ്പിന് മുന്നിൽ നിന്ന് വിശപ്പ് കൊണ്ട് അകത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അവൻ അരികിലേക്ക് വന്നു നിന്ന് ബസ്സിൽ ഭിക്ഷാടനം നടത്തിയിരുന്ന കുട്ടികൾ അവനോടത് വേണോ എന്ന് ചോദിച്ചു. ചാൻ അവരെ തിരിഞ്ഞു നോക്കി. വൈകാതെ ആ കുട്ടികൾ ഭക്ഷണം വാങ്ങി വന്നു. അതിലൊരു പങ്ക് ചാനിനും കൊടുത്തു. ചാൻ പക്ഷെ ഭക്ഷണം കഴിക്കാൻ മടിച്ചിരിക്കുകയായിരുന്നു. ആ കുട്ടികൾ അവനെ കഴിക്കാൻ നിർബന്ധിച്ചു. ഉടൻ ചാൻ ചോദിച്ചു, നിങ്ങൾ ഇവിടെ അമ്മയെ തിരഞ്ഞു വന്നതല്ലേ? ഭിക്ഷ ചോദിക്കുകയായിരുന്ന രണ്ടുപേരിലെ പെൺകുട്ടിയായ ലീൻ ജഗ്യും പറഞ്ഞു. എന്നുവെച്ചാ ശരിക്കും അങ്ങനെ ഒരാളില്ല. എന്റെ അമ്മ മരിച്ചുപോയി. ഇവനൊരു അനാഥാലയത്തിൽ നിന്ന് ചാടിപ്പോന്നതാ. എല്ലാ കുട്ടികളെയും അവരവരുടെ രക്ഷിതാക്കളാ തീറ്റിപ്പോറ്റാറുള്ളത്. പക്ഷേ ഞങ്ങൾ സ്വയം തീറ്റിപ്പോറ്റുന്നു. നിനക്ക് എത്ര വയസ്സായി? കൂട്ടത്തിലെ ആൺകുട്ടി ചാനിനോട് ചോദിച്ചു. ഉടൻ ലീ ജഗ്യൂൻ പറഞ്ഞു, എന്തിനാ അത് ചോദിക്കുന്നേ? ഈ നശിച്ച ലോകത്ത് വയസ്സുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. നീ ഓടിപ്പോന്നതാണല്ലേ? അവൻ അടുത്തിരുന്ന് ലീ ജഗ്യൂൻ തുടർന്നു ചോദിച്ചു. ഞങ്ങളുടെ കൂടെ കൂടുന്നു. ഞങ്ങളെല്ലാം ഒരുമിച്ചാ കഴിയുന്നത്. എങ്ങോട്ട് പോകണമെന്നറിയാതിരുന്ന ചാൻ അതിന് തയ്യാറായി. അവരുടെ കൂടെ ചെല്ലാമെന്ന് സമ്മതിച്ചു. വൈകാതെ അവൻ അവർ താമസിക്കുന്ന സ്ഥലത്തേക്കെത്തി. അവിടെ ബോസായി ഒരു മനുഷ്യനുണ്ടായിരുന്നു. ബോസ് അവനോട് സംസാരിച്ചു. നീ വന്നതിൽ സന്തോഷം. തെരുവിൽ അങ്ങിങ്ങായി നിന്നെ പോലുള്ള ഒരുപാട് കുട്ടികൾ അലഞ്ഞു നടക്കുന്നത് ഞാൻ കാണാറുണ്ട്. എനിക്കത് എന്തുമാത്രം ഫീൽ ആവുമെന്ന് നിനക്കറിയാമോ? അവരെല്ലാം എനിക്ക് എന്റെ സ്വന്തം മക്കളെ പോലെയാ. പക്ഷേ എല്ലാവരെയും നോക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. അതെനിക്ക് ഹൃദയം കീറിമുറിക്കുന്ന വേദനയാണ്. പക്ഷേ നീ ഞങ്ങളുടെ വീട് സ്വയം ഇഷ്ടപ്പെട്ടു വന്നതാ. അതൊരു ദൈവവിധിയാണ്. എനിക്കെങ്ങനെ നിന്നെ തടയാനാകും? എന്നെ കൊണ്ട് അതിന് കഴിയില്ല. മനസ്സിലായോ? ശേഷം എഴുന്നേറ്റ് നിന്ന് എല്ലാവരോടും ഭക്ഷണം നന്നായി കഴിക്കാൻ ബോസ് പറഞ്ഞു. അല്പനേരം കഴിഞ്ഞ് കുട്ടികൾ കിടക്കാൻ പോകുമ്പോൾ ചാനിന്റെ കയ്യിൽ നിന്നും സോയിയുടെ ബാഗ് പിടിച്ചു വാങ്ങാൻ ബോസ് ഒരു ശ്രമം നടത്തി. പക്ഷേ ചാൻ അത് കൊടുക്കാൻ തയ്യാറായതുമില്ല. അത് കണ്ടതും ബോസിന്റെ ശിങ്കിടികൾ അങ്ങോട്ടേക്ക് വന്നു. ഉടൻ ചാൻ പറഞ്ഞു, ഞാനിത് കൊണ്ട് കളഞ്ഞോളാം. ഓ എങ്കിൽ ശരി. അങ്ങനെയാണെങ്കിൽ നീ ഒറ്റയ്ക്ക് പോകണ്ട. രാത്രി അല്പം അപകടം പിടിച്ച സമയമാ. നീ ബക്കിയെയും കൂടെ കൊണ്ടുപോക്കൂ. പിന്നെ നീ അവളുടെ ചെയിനും വിടണ്ട കേട്ടോ. നീ ഓടിപ്പോകുവാണെന്ന് കരുതി അവൾ നിന്നെ കടിച്ചേക്കും. ബക്കി ബോസിന്റെ വേട്ടനായ ആയിരുന്നു. അപ്പോൾ മാത്രമാണ് താൻ വന്നുപെട്ടിരിക്കുന്നത് ഒരു ഭിക്ഷാടന സംഘത്തിന്റെ പിടിയിലാണെന്ന കാര്യം ചാനിന് മനസ്സിലായത്. ഇതേ സമയം വല്ലാതെ വിശന്നിരുന്ന ഹാർട്ടി ഓരോ കടയിലേക്ക് കയറി ചെല്ലാൻ തുടങ്ങി. പക്ഷെ കടയുടമകൾ അവളെ ആട്ടിയോടിച്ചു. ഒടുവിൽ വേസ്റ്റ് കൂട്ടിയിടുന്ന സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്നറിയാൻ ഹാർട്ടി അങ്ങോട്ടേക്ക് കടന്നു. വേസ്റ്റിൽ നിന്നും എടുത്ത ഭക്ഷണമെല്ലാം കഴിച്ചു നിൽക്കുന്ന സമയത്താണ് ഹാർട്ടി ബക്കിക്കൊപ്പം പോകുന്ന ചാനിനെ കാണുന്നത്. ഹാർട്ടി ഉടൻ പുറത്തു കടക്കാൻ ശ്രമിച്ചെങ്കിലും വേസ്റ്റ് കൂട്ടിയിടുന്ന ഇടത്തിന്റെ ഗ്രില്ല് വാതിൽ അടഞ്ഞുപോയിരുന്നു. അവനത് തുറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയം ബക്കിക്കൊപ്പം ചാൻ നടന്ന് പുറത്തുള്ള സേഫ് ലോക്കറിലേക്ക് എത്തിയിരുന്നു. അതിലെ ഒരു ലോക്കറിൽ ചാൻ സോയിയുടെ ബാഗ് വെച്ചു. ശേഷം ആ ലോക്കർ അടയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് പണ്ട് ഇരുട്ടായാൽ ഒറ്റയ്ക്കായ പോലെ എനിക്ക് തോന്നും എന്ന് സോയി പറഞ്ഞ കാര്യം അവൻ ഓർമ്മ വന്നത്. ഉടൻ തന്നെ അവൻ ബാഗ് തുറന്ന് അതിൽ നിന്നും ഒരു ടോർച്ച് എടുത്ത് തെളിയിച്ച് ബാഗിന് മുകളിൽ വെച്ചു. ശേഷം പറഞ്ഞു, പേടിക്കണ്ടോ, ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കിക്കോളാം. ഈ സമയം ഒരു തരത്തിൽ ഹാർട്ടി ആ ഗ്രില്ല് വാതിൽ തുറന്നിരുന്നു. അവൻ വളരെ വേഗത്തിൽ ഓടി ലോക്കറുകൾ ഇരിക്കുന്ന സ്ഥലത്തേക്കെത്തി. പക്ഷെ അവൻ എത്തിയപ്പോഴേക്കും അവിടെ നിന്ന് ചാൻ പോയി കഴിഞ്ഞിരുന്നു. സോയിയുടെ ബാഗിന്റെ മണം കിട്ടിയതും തന്റെ മുഖം ആ ലോക്കറിലേക്ക് ചേർത്ത് വെച്ച് ഹാർട്ടി അവിടെ ഇരിക്കാൻ തുടങ്ങി. അന്ന് രാത്രിയിൽ താൻ ഭിക്ഷാടന സംഘത്തിൽ പെട്ടു എന്ന് മനസ്സിലാക്കിയ ചാനിന് ഉറങ്ങാൻ സാധിച്ചതേയില്ല. വേദനയിലും വിഷമത്തിലും അവൻ ഉറങ്ങാതിരുന്നു. അടുത്ത ദിവസം പകൽ പിറന്നിട്ടും ലോക്കറുള്ള ഇടത്തിൽ നിന്നും ഹാർട്ടി അനങ്ങിയതേയില്ല. അവന്റെ മുന്നിലൂടെ ഓരോ കുട്ടി പോകുമ്പോഴും അത് സോയിയാണോ എന്ന് സംശയിച്ച് അവൻ ആ കുട്ടിയെ നോക്കും. ശേഷം അവിടെ തന്നെ കിടക്കും. അങ്ങനെ സമയം കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അടുത്ത ദിവസം പകലിൽ ലീ ജഗ്യൂനൊപ്പം ഭിക്ഷ തേടാനായി ചാൻ മെട്രോയിലെത്തി. ലീ നിർബന്ധിച്ചപ്പോൾ ചാൻ കഥനകഥ പറയാൻ തുടങ്ങി. ആദ്യമൊക്കെ അല്പം ബുദ്ധിമുട്ടിയെങ്കിലും അവൻ തന്റെ തന്നെ കഥയായിരുന്നു പറഞ്ഞത്. അതോടെ അവർക്ക് വേണ്ട പൈസ ലഭിച്ചു. സന്തോഷത്തോടെ പോവാൻ തുടങ്ങുമ്പോഴാണ് അവർക്ക് മുന്നിൽ റെയിൽവേ പോലീസ് പ്രത്യക്ഷപ്പെട്ടത്. അത് കണ്ടതും പെട്ടു എന്ന് പറഞ്ഞ് ലീ ചാനിനെയും വലിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി. അവരെ പിടിക്കുവാൻ വേണ്ടി റെയിൽവേ പോലീസും പിന്നാലെ കുതിച്ചു വന്നുകൊണ്ടേയിരുന്നു. പിടികൊടുക്കാതെ ചാനും ലീയും വളരെ വേഗം മുന്നോട്ട് ഓടിക്കൊണ്ടേയിരുന്നു. കഥയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്ന് കാണാൻ താല്പര്യപ്പെടുന്നവർ ഇപ്പോൾ മുകളിൽ പ്രത്യക്ഷപ്പെട്ട പോപ്പപ്പ് കാർഡിലോ ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിലോ ഉള്ള ലിങ്കിലോ ക്ലിക്ക് ചെയ്യുക.